മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളത് പോലെ കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ഇതും മതനേതാവാണ്. ഇവിടെ ബാബു ചെറിയാൻ പ്രസംഗിച്ചത് ഇത് തന്നെയാണ്. ഒട്ടും വ്യത്യസ്തത അതിനകത്തില്ല. അയാൾ നല്ല സുന്ദരൻ വെള്ളയുടുപ്പും ഇട്ടുകൊണ്ട് വേദിയിൽ കയറി. കുഞ്ഞാടിനുള്ളതുപോലെ കൊമ്പ് അയാളിലുണ്ടായിരുന്നു. അയാളൊരു ബൈബിളും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് പുട്ടിന്റെ വീരേടും പോലെ സ്വത്രവും പറയും. പക്ഷെ അയാൾ സംസാരിച്ചത് മഹാസർപ്പം പോലെയാണ്. അദ്ദേഹത്തിന്റെ സംസാരം മഹാസർപ്പം പോലെയായിരുന്നു. ഏദനിൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകത്തക്ക വിധത്തിൽ ജനത്തെ മുഴുവൻ വഴിപിഴപ്പിച്ച സാക്ഷാൽ ചകുത്താന്റെ സംസാരമാണ് ശ്രീ ബാബു ചെറിയാൻ 102ാമത് IPC കൺവെൻഷനിൽ പറഞ്ഞത് എന്നതിന് സംശയം വേണ്ട. ബൈബിൾ അറിയുന്ന ഏവർക്കും അത് മനസ്സിലാകും. ശ്രീ ബാബു ചെറിയാനിലൂടെ ചെകുത്താൻ മലയാളക്കരയിലെ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനായിരുന്ന കൺവെൻഷനിൽ വാരി വിതറിയത് ദൂഷണമാണ്, ദൈവജനത്തെ വഴിതെറ്റിച്ചതാണ്. ഇനിയും ജനം മിണ്ടാതിരുന്നാൽ സഭകൾ തകരും, സഭകൾ തകരും, സഭകൾ ഇല്ലാതാകും. നമ്മൾ യൂറോപ്പിലും മറ്റിതര ഇടങ്ങളിലും കാണുന്നത് പോലെ സഭകൾ പൂട്ടിയിടത്തക്ക നിലയിലേക്ക് മാറും. യൗവനക്കാർ ഇന്ന് ദൈവശക്തി ഇല്ലാത്തത് കൊണ്ട് സഭകൾ വിട്ടു പോകുന്നു എന്ന് തിരിച്ചറിയണം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ഇല്ലാത്ത തലമുറയായതുകൊണ്ട്, ശക്തി കാണാനാകാത്തത് കൊണ്ട്, വെറുതെ വേഷപ്രസന്നരായിട്ടിരിക്കാൻ യൗവനക്കാർക്ക് തയ്യാറില്ലാത്തത് കൊണ്ട് അവർ സഭകൾ വിട്ടു പോകാൻ തയ്യാറായിരിക്കുന്നു എന്നറിയണം. എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. മലയാളക്കരയിലെ പെന്തക്കോസ്തർക്ക് ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സമ്മേളനമായിരുന്നു കുമ്പനാട് കൺവെൻഷൻ. അതിന്റെ ആദ്യ നാളുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത് സ്ഥാപകനായിരുന്ന പാസ്റ്റർ കെ എബ്രഹാം അവർകൾ ഈ കൺവെൻഷന്റെ ഒക്കെ ആരംഭകാലങ്ങളിൽ പന്തല് ഉണ്ടാക്കാനുള്ള, തൂണ് നാട്ടാനുള്ള കുഴി കുത്തുന്നതിന് വന്ന സഹോദരൻ അഭിഷേകം പ്രാപിച്ചില്ല എന്ന കാരണത്താൽ അയാളെ മാറ്റിയിട്ട് അഭിഷേകം പ്രാപിച്ചവരെ കൊണ്ട് മാത്രം പന്തലിന് തൂണ് നാട്ടാനുള്ള കുഴി കുത്തിക്കാൻ പോലും ശ്രദ്ധ ചുലത്തിയിരുന്ന ഒരു മാന്യദേഹത്തിന്റെ 3ാം തലമുറയിലെത്തി നിൽക്കുമ്പോൾ പന്തലിന് തൂണ് നാട്ടാൻ എന്നല്ല, പ്രസംഗിക്കാൻ പോലും രക്ഷിക്കപ്പെടാത്തവർ വേണമെന്ന നിർബന്ധം കാണിക്കുന്നത് പോലെ തോന്നിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ആദ്യകാലങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത്, ഒരാഴ്ചത്തെ കുമ്പനാട് കൺവെൻഷൻ കഴിഞ്ഞു വരുമ്പോൾ 1 വർഷം ജീവിതത്തിലുണ്ടായ കുറവുകൾ പരിഹരിക്കപ്പെട്ട് അടുത്തൊരു വർഷത്തേക്ക് ജീവിക്കാനുള്ള ആത്മീക ഊർജവും പകർന്നുകൊണ്ടാണ് അത്രേ ആൾക്കാർ പന്തല് വിട്ടിരുന്നത്. വർഷങ്ങൾ ചിലത് ഇങ്ങോട്ട് മാറുമ്പോൾ 102ാമത്തെ കൺവെൻഷനൊക്കെ എത്തുമ്പോൾ സ്ഥിതിഗതികൾ അപ്പാടെ മാറി മറിഞ്ഞു എന്ന് വേണം നമ്മൾ ഗ്രഹിക്കാൻ. എന്ന് പറയാൻ നമുക്ക് ഇന്നത്തെ അവസ്ഥ അറിയാം. കൺവെൻഷന് ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 5 കൊല്ലം ജീവിക്കാൻ കഴിയാത്ത വിധം മനുഷ്യരുടെ ഉൾഭാഗം മലിനതകൾ കൊണ്ട് നിറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കഥയെത്തി. ഇത് വേദനാജനകമാണ്, ശോചനീയമാണ്. ഞങ്ങളൊരു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ യാത്ര മോശമാണ് എന്നും ഇതിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പരിതാപകരമാണ് എന്നും വേദികളിൽ പ്രസംഗിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ IPCക്കാർ ഞങ്ങളെയൊക്കെ പ്രസംഗത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു വലിയ ബെൽറ്റാണ്. മുകളിൽ നിന്ന് എന്ത് സന്ദേശമാണ് താഴേക്ക് കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഇവരുടെ രാഷ്ട്രീയ നിലപാടുകൾ. അതാണ് എന്റെ രീതി. പാസ്റ്റർ KC തോമസ് ഒക്കെ പണ്ട് പ്രസംഗിക്കാൻ പോകുന്ന വേദികളിൽ അടുത്ത ദിവസത്തേക്കൊക്കെ ഞങ്ങളെയൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. പല ചർച്ചകളുടെയും സെൻട്രൽ കൺവെൻഷനുകളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. KCയുടെ ബൈബിൾ കോളേജിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പുസ്തകത്തിന് അദ്ദേഹം അവതാരിക എഴുതിയിട്ടുണ്ട്. പക്ഷെ നാളുകൾ ചിലത് കഴിഞ്ഞപ്പോൾ ഇവർ നമ്മളെ പ്രസംഗിക്കാൻ വിളിക്കരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി.
ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല, ഞാനിതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടുമില്ല. എന്നെ ഇപ്പൊ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് പറയണം എന്ന് കരുതിയിട്ട് പറയുക. അപ്പൊ ഇദ്ദേഹം ഞാൻ ദുരുപദേശം പറയുന്നു എന്നാണ് പറഞ്ഞതായി ഞാൻ കേട്ടത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ അടുക്കാൻ ശ്രമിച്ചു. എന്താണ് എന്റെ ദുരുപദേശം? നാളിതുവരെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ഒരു പ്രസംഗത്തിൽ എന്താണ് ദുരുപദേശം എന്ന് പറയാനോ അത് തിരുത്താനോ പ്രായം കൊണ്ട് എന്നെക്കാൾ മുതിർന്നത് എന്ന നിലയിലും ശുശ്രൂഷയിൽ എന്നെക്കാൾ സീനിയറാണ് എന്ന നിലയിലും അധികാരമുണ്ടായിരുന്ന ആ മനുഷ്യൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, എവിടൊക്കെ നമ്മളെ മാറ്റി നിർത്താൻ കഴിയുമോ അവിടെയൊക്കെ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തി. അദ്ദേഹവുമായി തൊട്ടുരുമി നിന്ന ആൾക്കാരുമായി ഞാൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജോബിയുടെ രാഷ്ട്രീയ നിലപാടുകൾ അവർക്ക് താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത്, അല്ലാതെ ഉപദേശ പിശകല്ല. അതും ഉപദേശ പിശകായി തന്നെ ഞാൻ കണക്കാക്കുകയാണ്. കാരണം രാഷ്ട്രീയവും മതവും ഒരുമിച്ച് പോകാൻ പാടില്ല എന്നൊരു നിലപാടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നത്. പിണറായി ആയാലും അതിൽ ഉൾപ്പെട്ട് നിന്ന് കേൾക്കുന്ന ആൾക്കാരായാലും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, രാഷ്ട്രീയവും മതവും ഒരുമിച്ച് പോകാൻ പാടില്ല. നിങ്ങൾ ഓർക്കണം, രാഷ്ട്രീയവും മതവും ഒരുമിച്ച് പോകാൻ പാടില്ലെങ്കിൽ രാഷ്ട്രീയവും ക്രിസ്തു മാർഗവും എങ്ങനെ ഒരുമിച്ച് പോകും? ഒരിക്കലും സാധ്യമല്ല. മാമോനെയും കർത്താവിനെയും ഒരുമിച്ച് സേവിക്കാനാവില്ലെന്ന് കർത്താവ് പറയുമ്പോൾ എങ്ങനെ രാഷ്ട്രീയവുമായി കർത്താവിന് സഹകരിച്ചു പോകാൻ കഴിയും? ഇതൊന്നും സാധ്യമല്ല. അപ്പൊ രാഷ്ട്രീയം വല്ലാത്ത നിലയിൽ സഭകൾക്കകത്തേക്ക് കടന്നുകൂടുമ്പോൾ അവകൾ തെറ്റാണെന്ന് പ്രസംഗിച്ച യുവപ്രഭാഷകരായ ഞങ്ങളെയൊക്കെ, ഞാനതിലൊരു ഭാഗം മാത്രമാണ്, അതിനകത്ത് കൃത്യമായി വിമർശിച്ചിട്ടുള്ള എല്ലാ ഉപദേശിമാരെയും ഇവർ അടിവേര് വെട്ടിയിട്ടുണ്ട്. ഞാനിതൊന്നും ഒരു വിഷയമായി അന്നും എടുത്തിട്ടില്ല, ഇന്നും എടുത്തിട്ടില്ല. ഇനിയും കുറച്ച് വെളിപ്പെടുത്തലുകൾ ഞാൻ പറയും, അത് ഭാവിയിൽ ആവശ്യം വരുമ്പോൾ മാത്രം. KC എനിക്ക് പുസ്തകത്തിന് അവതാരിക എഴുതി തന്നിട്ടുണ്ട്. നാളുകൾ ചിലത് കഴിഞ്ഞപ്പോൾ ഒരിക്കലൊരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ചർച്ച ഗംഭീരമായി. IPCയിലെ ഒരു ശ്രേഷ്ഠനായ ദൈവദാസനും ഞാനും തമ്മിൽ കൊമ്പ് കോർത്തു. അന്നത്തെ വിഷയം 1000 ആണ്ട് വാഴ്ചയിൽ സഭ ഭൂമിയിൽ ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഞാനത് ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് പിടിച്ചില്ല. അയാളടുത്ത് ആരോ പറഞ്ഞു കൊടുത്തു, ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് IPCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്. ഉടനെ ഇയാൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴത്തേക്ക് KC പറഞ്ഞത്, അന്ന് എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ എഴുതി കൊടുത്തതാണ്, ഇത് എനിക്ക് നേരിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. പിറ്റേ ദിവസം ക്ലബ് ഹൗസിൽ വന്നിട്ട് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാനുമായി കൊമ്പ് കോർത്ത മനുഷ്യൻ, IPCയിലെ ഒരു നേതാവാണ്, അയാള് ക്ലബ് ഹൗസ് ചർച്ചയിൽ പറഞ്ഞു, ഞാൻ പ്രസിഡന്റുമായി സംസാരിച്ചു, പ്രസിഡന്റ് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു, അടുത്ത എഡിഷനിൽ ഇയാളുടെ അവതാരിക ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രിന്റ് ചെയ്യുമ്പോൾ അയാളുടെ അവതാരിക ഞാൻ ഒഴിവാക്കി. അയാളുടെ അവതാരിക വെച്ചിട്ടൊന്നും എനിക്ക് പുസ്തകം വിറ്റ് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ പഠിപ്പിക്കുന്നത് എന്താണെന്ന ബോധ്യം എനിക്കുണ്ട്. അത് ഞാൻ കൃത്യമായി പഠിപ്പിക്കും. അതിന്റെ നോട്ട് വേണമെന്ന് ജനം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പുസ്തകം എഴുതിയത്. അത് 6 എഡിഷനോളം ഞാൻ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാർ അത് മേടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ അവതാരിക ഒന്നും എനിക്ക് ആവശ്യമില്ല. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാനും അടുത്ത തലമുറക്കാർക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്തേണ്ടതും നേതൃത്വത്തിന്റെ ആവശ്യമാണ്. നേതൃത്വത്തിന് കൂടെയുള്ള ജനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം. അത് നിത്യതയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം, ക്രിസ്തുവിങ്കിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം. ഇവരുടെ രാഷ്ട്രീയത്തിലേക്കല്ല. ഇവരുടെ രാഷ്ട്രീയത്തിന് ഇവരുടെ പള്ള വിറയ്ക്കാമെന്നല്ലാതെ, ഇവരുടെ പോക്കറ്റിനെ വിശാലപ്പെടുത്താമെന്നല്ലാതെ ദൈവസഭയ്ക്ക് ഗുണകരമായൊരു ചുക്കും ചെയ്യാനാവില്ല എന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാണ്. ഒരു പാസ്റ്റർ സഭയ്ക്ക് മെനകേടാകുമ്പോൾ അയാളെ എടുത്തു മാറ്റിയിട്ടും നല്ലൊരു ദൈവദാസനെ, ആ സഭയ്ക്ക് ഗുണകരമായ ഒരു ദൈവദാസനെ കൊണ്ട് സ്ഥാപിക്കാൻ പോലും കെൽപ്പില്ലാത്ത വർഗമാണ് ഈ നേതൃവർഗം. ഇവർ ഈ പറയുന്നത് പോലെ ആത്മീകരുമല്ല, ഇവർ ഈ പറയുന്നത് പോലെ കെൽപ്പുള്ളവരുമല്ല. ഞാൻ ബാക്കി ഭാഗങ്ങളിലേക്ക് തൽക്കാലം പോകാൻ മുതിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, IPCക്ക് 2
നേതൃത്വങ്ങൾ തമ്മിൽ ശത്രുതയിലാണ്. തമ്മിലടിയും ബഹളവും ചീത്തവിളിയും ഒക്കെയായി കലാപങ്ങൾ നടന്നു. അതിനോടുള്ള ബന്ധത്തിൽ തൊട്ടടുത്ത് വന്ന കുമ്പനാട് കൺവെൻഷനിൽ ആൾക്കാർ പോകുന്നത് വേണ്ടാന്ന് വെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 15,000-ത്തിലധികം ജനം കൂടിക്കൊണ്ടിരുന്ന കൺവെൻഷനിൽ 2,500-ന് കീഴേക്ക് ജനം വന്നു എന്നും കസേരകൾ കാലികിടന്നു എന്നും അത് തമ്മിലടിയുടെ നേട്ടമാണ് എന്നുമൊക്കെയാണ് സംസാരം. അതിനെതിരായിട്ട് അല്ലെങ്കിൽ ജനം കൂടി വരരുത് എന്ന് ഒരു ദൈവദാസൻ പറഞ്ഞു എന്നും അയാളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നും ഒക്കെ പറഞ്ഞ് ചർച്ചകൾ നടക്കുകയാണ്. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത് കൊണ്ട് ക്ഷമ ചോദിക്കണമെന്ന് ഹല്ലേലൂയ സാങ്കുട്ടിച്ചൻ പറയുന്നത് കേട്ടു. ഇല്ലെങ്കിൽ മറ്റേയാളെ കേസ് കൊടുക്കുമെന്ന് പറയുന്നത് കേട്ടു. അയാൾ ക്ഷമ ചോദിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ വളരെ കൊച്ചു കാര്യങ്ങളാണ്. ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടുകയല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. ഇവിടെ ക്ഷമ ചോദിച്ചിട്ട് എന്താണ് ഗുണം? പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇനി അയാളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ നിന്നിരുന്ന മതത്തിന്റെ പേര് പറഞ്ഞ് അയാളെ അധിക്ഷേപിച്ചത് കൊണ്ട് അയാൾക്ക് അട്രോസിറ്റി ഒന്നും പറഞ്ഞ് കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം അത് ഇന്ന ആളിനെയാണ് പറഞ്ഞതെന്ന് തെളിയിക്കാനൊക്കെ ഭയങ്കര പാടാണ്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, നമ്മുടെ ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾക്ക് കർത്താവുമായി യാതൊരു ബന്ധമില്ലാത്തൊരു പോക്കാണ് പോകുന്നത്. ഇതിന്റെ നടുവിലാണ് മനോഹരമായ ജനറൽ കൺവെൻഷൻ വരുന്നത്. ജനറൽ കൺവെൻഷൻ ജനം നിരാകരിക്കുന്നത്, വേണ്ടാന്ന് വെക്കുന്നു. തെങ്ങും തൈയും ബാൻഡിന്റെ തോലിടാനും തമ്പേർ മേടിക്കാനും കിലുക്ക് മേടിക്കാനും പിന്നെ ഷോള് മേടിക്കാനും ഒക്കെ കൺവെൻഷനിൽ പോകുന്നതിൽ തെറ്റില്ലെന്ന എന്റെ ചിന്ത. ഇപ്പൊ ആൾക്കാർ അങ്ങനെയും തിരിഞ്ഞു നോക്കുന്നതായി കാണുന്നില്ല. ഏതായാലും 99-ാമത്തെ കൺവെൻഷനിൽ മുഖ്യ പ്രഭാഷകനായി വന്ന വി.ഡി. സതീശൻ 102-ാമത്തെ കൺവെൻഷനിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ 99-ാമത്തെ കുമ്പനാട് കൺവെൻഷനിൽ വന്ന് പ്രസംഗിച്ച ശേഷമാണ് ഞാൻ എന്റെ നിലയ്ക്ക് തന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതൊക്കെ കണ്ടപ്പോ മനസ്സിലായി ഇതാണ് ഇതിന്റെ കഥ എന്ന് മനസ്സിലായി. അന്ന് അയാൾ എന്റെ രാജ്യം വരണമേ എന്ന് പ്രസംഗിച്ചു തുടങ്ങി എന്നൊക്കെ പറയുന്നത്. 2026 അയാളുടെ രാജ്യം വരുമെന്നും കാത്തിരിക്കുകയാണ്. അപ്പൊ വാസ്തവത്തിൽ എനിക്ക് തമാശ തോന്നിയത്, ഹല്ലേലൂയ സാങ്കുട്ടിച്ചാൻ പറയുന്ന കേട്ടു, ഈ കൺവെൻഷനിലെ പ്രധാനപ്പെട്ട വിഷയം വി.ഡി. സതീശന്റെ ആത്മീക പ്രഭാഷണവും ബാബു ചെറിയാന്റെ രാഷ്ട്രീയ പ്രസംഗവും വളരെ കറക്റ്റാണ്. നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചുവോ അത് വളർന്ന് പന്തലിച്ച് ഫലം കാണുന്നതാണ് നമ്മളിപ്പോ കാണുന്നത്. ഇനിയും കാണാൻ കിടക്കുന്നതേ. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്, വി.ഡി. സതീശന്റെ പ്രസംഗം പോട്ടെ, ആ പ്രസംഗം കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇതിനകത്ത് ആത്മീകമായി എടുക്കാൻ ഒന്നുമില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി മറുകക്ഷി നിന്നാൽ ഇതിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന് ചോദിച്ചാൽ അതും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ പോകത്തുള്ളൂ. ഭരണ സംവിധാനത്തിന് ഇങ്ങനെ പോകാൻ കഴിയും. അതിനാരും എതിർത്ത് വന്നിട്ട് കാര്യമില്ല. ഇവരൊക്കെ രക്ഷിക്കപ്പെട്ടാൽ ഭരണം പോകത്തില്ല. അതങ്ങനെയാണ് അതിന്റെ രീതി. അതിനെക്കുറിച്ച് നമ്മൾ ആരും ബേജാറാവണ്ട. അവർ ഭരണം എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. അസംബ്ലി ബോർഡിന്റെ സൂപ്രണ്ട് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ പ്രസ്ബിറ്ററിയിൽ പറഞ്ഞിരിക്കുന്നു, നമുക്കിനി ഇലക്ഷൻ വേണ്ട, രാഷ്ട്രീയം വേണ്ട. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ദൈവസഭയെ ഈ രാഷ്ട്രീയം നശിപ്പിച്ചിരിക്കുന്നു, നമുക്കിനി വേണ്ട. ആരാ നശിപ്പിച്ചത്? ഈ പറഞ്ഞയാളും കൂടെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് പരേതനായ മറ്റൊരാളും ചേർന്നാണ് ഇത് ചെയ്തത്. അല്ലാതെ വെളിയിൽ നിന്ന് ആരും ഇതിനെ നശിപ്പിച്ചതല്ലേ, ഇവര് തന്നെയാണ് ഇതിനെ നശിപ്പിച്ചത്. നശിപ്പിച്ച് ഇനി പെട്ടി കയറാൻ സമയമാകുമ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നതിൽ വലിയ ആത്മീയത ഒന്നും ആരും കണ്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നൊരു കാലം മലയാളക്കരയിൽ ഉണ്ടായിരുന്നു. അന്ന് ഇതൊന്നും ചെയ്തില്ല. അന്ന് ഇതിനകത്ത് ഭിന്നിപ്പും ഇതിനകത്ത് തമ്മിലടിയും രാഷ്ട്രീയമായി എത്ര ദൈവദാസന്മാരെയാണ് ചതച്ചരച്ചു കളഞ്ഞത്. നന്നായി ശുശ്രൂഷിക്കാൻ കെൽപ്പുള്ള എത്ര പേരെയാണ് സഭകൾ പോലും കൊടുക്കാതെ ഇവർ കോട്ട് പിടിച്ചില്ലെന്ന പേരിൽ നശിപ്പിച്ചു കളഞ്ഞത്. ഇനി കാലത്തിന്റെ ഒടുവിൽ വന്നു നിന്ന് ഞാൻ നല്ല പോർ പൊരുതി എന്ന് പറയുന്ന വലിയ കഥയൊന്നുമില്ല. ഇതൊക്കെ പണ്ടേ ചിന്തിക്കേണ്ടതായിരുന്നു. ഇതൊക്കെ പറയണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കമന്റ് ബോക്സിൽ തെറി നിറയുമെന്ന് എനിക്കറിയാം. ഇതൊന്നും എന്നെ ഏശുന്ന വിഷയമേ അല്ല. അവിടെ തന്നെയാണ് സൂപ്രണ്ട് നാളുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ കൊറിയക്കാരൻ
കേരളത്തിൽ കോട്ടയത്ത് പ്രസംഗിക്കാൻ വന്നു. അതിനുശേഷം സൂപ്രണ്ടിനും ഒരു ബോധി തോന്നി, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നിയമസഭ ആരംഭിക്കണം, നമ്മുടെ പാസ്റ്റർമാർ അതിനകത്ത് MLA-മാരാവണം. അവിടെ നിന്ന് ആരംഭിച്ചതാണ് ഈ സാധനം. അന്ന് ഞങ്ങളൊക്കെ ഇതിനെതിരെ നിശിതമായി സംസാരിച്ചിരുന്നു. ഏതായാലും പിൽക്കാലത്ത് കെട്ടടങ്ങി. ഭാഗ്യവശാൽ IPC-യിൽ തന്നെ ഈ സാധനം ശക്തമായി മുന്നിലേക്ക് വന്നു. IPC-യുടെ ജനറൽ കൺവെൻഷനിൽ അവരുടെ സമുന്നതനായ നേതാവ് ശ്രീ ബാബു ചെറിയാൻ സ്റ്റേജിൽ വിളിച്ചു പറയുകയാണ്, പെന്തക്കോസ്തുകാരുടെ ശബ്ദമായി പെന്തക്കോസ്തുകാർ നിയമസഭയ്ക്കകത്ത് വേണം. അതൊരു ഗംഭീര പ്രസംഗമായിരുന്നു. ദൈവജനം പ്രാർത്ഥിക്കണം പോലും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് പെന്തക്കോസ്തുകാരുടെ ശബ്ദമുയർത്താൻ വേണ്ടി ഇതര പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും കടന്നു പറ്റിയിട്ട് ഉണ്ട് എന്നും വരാനിരിക്കുന്ന MLA ഇലക്ഷനിൽ നമ്മുടെ ആൾക്കാർ നിയമസഭയ്ക്കകത്ത് എത്തണമെന്നും ഇസ്ലാം വിശ്വസിക്കുന്നത് പോലെയും ആഗ്രഹിക്കുന്നത് പോലെയും തറപറ്റിയ ഒരു വിശ്വാസം, വെറും മലീമസവും വൃത്തികെട്ടവും ജഡീകവും മാനുഷികവും പൈശാചികവുമായ ഒരു വിഷയത്തെ ഭംഗിയായി കൺവെൻഷനിൽ വാരി വിതറാൻ ചെകുത്താൻ നല്ലൊരു ചാലകമായി ശ്രീ ബാബു ചെറിയാൻ ഉപയോഗിച്ചു. ഞാൻ ശ്രീ ചേർത്ത് തന്നെ പറയുന്നതാണ്. പാസ്റ്റർ എന്ന് പറയുന്നത് ഉചിതമായി തോന്നാത്തത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത്രമേൽ ദൈവജനത്തെ കൂട്ടമായി വഴിപിഴപ്പിച്ചു വിടാൻ എങ്ങനെ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ വേദിയിൽ ഇനി ഇതൊക്കെ നടക്കൂ, ഇതേ നടക്കാൻ പാടുള്ളൂ. ഇസ്ലാമിനോളം താഴെ എത്തിയിരിക്കുന്നു പെന്തക്കോസ്ത് എന്ന മാർഗം എന്ന് തിരിച്ചറിയണം. പെന്തക്കോസ്ത് എന്ന മാർഗം മതമായി മാറുന്നത് നാളുകൾക്ക് മുമ്പാണ്. അന്ന് വരും മർത്തോമയിലെ മെത്രോപ്പൊലീത്തെ കൊണ്ട് വേദിയിലിരുത്തി. അന്ന് വേദിയിലിരുത്തിയിട്ട് അന്നത്തെ നേതാവ് പറഞ്ഞത്, പണ്ടൊക്കെ ഞങ്ങളെ ചർച്ചയിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇവര് ഭയങ്കര സംഭവമായിരുന്നു, ഇന്ന് ഇതിന്റെ നേതാക്കന്മാർ നമ്മുടെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയ ഇവര് നമ്മളെക്കാൾ മെച്ചമല്ല എന്നവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. മെത്രോപ്പൊലീത്ത വന്ന് ഇവരുടെ വേദിയിൽ ഇരിക്കുന്ന തരത്തിന് ഇവർ വഴിപിഴച്ചവരായി നാളുകൾക്ക് മുമ്പ് തന്നെ. ഇനി കുറെ കൂടി താഴെ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഇവർക്കെതിരെ സംസാരിച്ചാൽ കൊട്ടേഷൻകാർ നമ്മളെ കൊട്ടേഷൻ കൊടുക്കുമെന്നൊക്കെ എനിക്കറിയാം. അവരുടെ കൊട്ടേഷനൊക്കെ കയ്യിലിരിക്കട്ടെ, ഇതൊന്നും വലിയ വിഷയമുള്ളതൊന്നുമല്ല. ഇവിടെ ശ്രീ ബാബു ചെറിയാൻ ജനത്തോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം നിയമസഭയിൽ ആളെത്താൻ. എന്നെ പിന്നെയും ചിന്തിപ്പിച്ചത്, അദ്ദേഹം പറയുകയാണ്, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ 50ഓളം മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ പെന്തക്കോസ്തുകാർക്ക് ശേഷിയുണ്ട് എന്ന് രാഷ്ട്രീയക്കാർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഹല്ലേലൂയ സാങ്കുട്ടിച്ചാൻ കണക്കെടുത്ത് അവതരിപ്പിച്ചു. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ 52 നിയമസഭാ മണ്ഡലങ്ങളിൽ എത്ര വോട്ട് പെന്തക്കോസ്തുകാർക്കുണ്ട് എന്നും അവര് വിചാരിച്ചാൽ ആരെ ജയിപ്പിക്കാം എന്നുമുള്ളത് ഇവർ വിളമ്പാൻ തുടങ്ങി. ഇതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരിക്കുകയാണ്. ഇസ്ലാമിൽ നിന്നും നമ്മുടെ ചിന്താഗതിക്ക് എന്താണ് വ്യത്യാസമുള്ളത് സുഹൃത്തുക്കളെ? അപ്പൊ നമ്മൾ ആള് കുറവായിരുന്നത് കൊണ്ടല്ലേ എല്ലാം ബാലം ചുരുട്ടി മേളത്തിലിരുന്നത്? ശക്തി തെളിയിക്കത്തൊക്കെ ആളെത്തിക്കഴിഞ്ഞപ്പോൾ വെളിയിൽ ഒന്ന് വെളിച്ചം കാണിക്കണമെന്ന് തോന്നി തുടങ്ങിയില്ലേ? ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരിക്കലൊരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, പെന്തക്കോസ്തുകാര് ഒരുമിച്ച് കൂടണം. നിങ്ങളിവിടെ എണ്ണത്തിൽ ശക്തരാണ്, പക്ഷേ നിങ്ങൾ എണ്ണത്തിൽ ശക്തരാണെന്ന് ഇവിടുത്തെ ഭരണപക്ഷത്തിന് അറിയില്ല. നിങ്ങൾക്കൊരു വിസിബിലിറ്റി ഉണ്ടാവണം. ആ വാക്കാണ് ഉദ്ദേശിച്ചത്, വിസിബിലിറ്റി. യു മസ്റ്റ് ബി വിസിബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ഗവൺമെന്റ് ഓർ ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇതാണ് ശ്രീ രവിശങ്കർ ഉദ്ദേശിച്ചത്. രവിശങ്കറിന് അത് പറയാം. കാരണം ഓരോ ഗ്രൂപ്പുകാർ അവരുടെ അധികാരങ്ങൾ പിടിച്ചെടുക്കുന്നതും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതിന് വേണ്ടി ഗവൺമെന്റിന്റെ മുൻപിൽ അവരുടെ വിസിബിലിറ്റി തെളിയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റിന് അറിയാം. നമുക്ക് അധികാരം നേടിയെടുക്കേണ്ടത് ഭൗമികമായ ഗവൺമെന്റിന്റെ മുമ്പിൽ അല്ല എന്നും അത് സ്വർഗത്തിലെ കർത്താവിന്റെ മുൻപിലാണ് എന്നും തിരിച്ചറിയാൻ പാടില്ലാത്തത് അഡ്വക്കേറ്റിന്റെ കുഴപ്പമാണ്. പക്ഷെ അത് മേന്മയുള്ളതാണെന്ന് പറഞ്ഞ് ഹല്ലേലൂയ സാങ്കുട്ടിച്ചാനും
അതാണ് ശരിയെന്ന മട്ടിൽ ശ്രീ ബാബു ചെറിയാനും പറയുന്നത് അബദ്ധമാണ്, ജനത്തെ വഴിപിഴപ്പിക്കുന്നതാണ്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെ: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുവിൻ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മൾ ആരോട് ചേരുവാനാണോ സ്നാനപ്പെട്ടത് ആ കർത്താവ് ആരാണെന്ന ബോധ്യം നമുക്കുണ്ട് എങ്കിൽ, പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പണ്ടൊരിക്കൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പ്രതിനിധികൾ വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഞങ്ങൾ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ ഉടനെ അന്നത്തെ സൂപ്രണ്ട് എഴുന്നേറ്റ് പറഞ്ഞത്: നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് ആശ്വാസമായി. അതാ ഞാൻ ചിന്തിച്ചു പോയത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഇവർക്ക് ആശ്വാസമായില്ല. കുറച്ചു കാലത്ത് ഭരണത്തിലേക്ക് വരുന്ന ഗവൺമെന്റിന്റെ പ്രതിനിധികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ, അല്ലെങ്കിൽ BJPയുടെ ആരുടെ ആയിക്കോട്ടെ പാർട്ടി പ്രതിനിധികൾ വന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ, ഇസ് ഇറ്റ് ട്രസ്റ്റ്വർത്തി? ഇതാണോ വിശ്വസനീയം? നമ്മൾ എങ്ങനെ ഇത്ര വേഗത്തിൽ നമ്മെ രക്ഷിച്ച കർത്താവിനെ വിട്ട് പുറത്തേക്ക് പോയി? ഇവിടെയാണ് നമ്മൾ കാര്യത്തിന്റെ ഗൗരവം വിലയിരുത്തേണ്ടത്. ഒരു ദിവസം കൊണ്ടോ ചില്ലറ വർഷങ്ങൾ കൊണ്ടോ അല്ല, IPCയുടെ വേദിയിൽ ഒരു മാന്യൻ എഴുന്നേറ്റ് നിന്ന് നമുക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നിയമസഭയ്ക്കകത്ത് ആള് വേണമെന്നും, നമ്മൾ കണ്ടതിനേക്കാൾ ശക്തരായി കഴിഞ്ഞിരിക്കുന്നു എന്നും, എണ്ണത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും, ജാതികൾക്കുള്ളതുപോലെ നമുക്കും രാജാവിനെ വേണമെന്നും പറയാൻ ഒരാൾക്ക് കഴിഞ്ഞത് ഒറ്റ ദിവസം കൊണ്ടല്ല. ദീർഘനാളുകളുടെ പിശാചിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ബലമാണ് ഈ കണ്ടത്. നിങ്ങളറിയണം, ഈ രാഷ്ട്രീയം ആരംഭിക്കുന്നത് ദൈവത്തിനെതിരായി ജനത്തെ കൂട്ടിക്കൊണ്ട് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നിമ്രോദിലാണ് ആരംഭിക്കുന്നത്. വരുവീൻ, നമുക്ക് ഒരുമിച്ച് കൂടി നിൽക്കാം, നമുക്കൊരു ഗോപുരം പണിയാം, നമുക്കൊരു പേരുമിടാം. അതിന്റെ 2026 102ാമത്തെ ജനറൽ കൺവെൻഷനിൽ അതിന്റെ പ്രഖ്യാപനമാണ് ശ്രീ ബാബു ചെറിയാൻ നടത്തിയത്. നിങ്ങൾ അറിയണം, അന്ന് പണ്ട് നോഹയുടെ കാലം കഴിഞ്ഞ ഉടനെ അബ്രഹാമിന്റെ കാലത്തിന് മുമ്പ് ശ്രീമാൻ നിമ്രോദ് നടത്തിയ അതേ പ്രസംഗം തന്നെയാണ്, അതേ ആഹ്വാനം തന്നെയാണ് ശ്രീ ബാബു ചെറിയാൻ 102ാമത് IPCയുടെ ജനറൽ കൺവെൻഷനിൽ നടത്തിയത് എന്നതിന് സംശയമേ വേണ്ട. ശമൂവേലിന്റെ മുമ്പിൽ ചെന്നിട്ട് ജനം ഒരിക്കൽ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ രാജാവിന് വേണം. ഇത് തന്നെയാണ് സാങ്കുട്ടിച്ചാനും ജനത്തോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് രവിശങ്കറും ജനത്തോട് പറഞ്ഞിരിക്കുന്നത്. യു മസ്റ്റ് ബി വിസിബിൾ. നമ്മൾ കർത്താവിന്റെ മുൻപിലാണ് വിസിബിൾ ആകേണ്ടത്, ലോകത്തിന്റെ മുൻപിലല്ല. ലോകം പകയ്ക്കുകയും ശിക്ഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കർത്താവായ യേശുക്രിസ്തു നമ്മളെ നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നോട് ഇത് ചെയ്തു എങ്കിൽ നിങ്ങളോടും ഇത് ചെയ്യും. എന്തുകൊണ്ട് നമുക്കിത് തിരിച്ചറിയാൻ കഴിയുന്നില്ല? തിരുവെഴുത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന മാന്യത എന്തുകൊണ്ട് നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുന്നില്ല? ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവകുലത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മാനവകുലത്തെ മുഴുവൻ ക്രിസ്തുവിലൂടെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ക്രിസ്തുവിനെ വിട്ട് ജാതീയ സംവിധാനങ്ങളുടെ പുറകെ, രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പുറകെ പോയി നമുക്ക് സംവരണം വേണമെന്നും അവകാശങ്ങൾ വേണമെന്നും പറയാൻ നമുക്ക് എങ്ങനെ തോന്നുന്നു? നമ്മൾ ഏത് ക്രിസ്തുവിനെയാണ് അനുഗമിക്കുന്നത്? നാളെ പിന്നെയും മുൻപിലേക്ക് പോയാൽ ഇസ്രായേലിന്റെ പതനം നമുക്ക് കാണാം. ഇസ്രായേലിന് രാജാവിനെ ദൈവം കൊടുത്തു എങ്കിലും പ്രവാചകന്മാരെ വെച്ച് കർത്താവ് നടത്താൻ ശ്രമിച്ചു. പ്രവാചകന്മാരുടെ വാക്കിന് പുല്ലുവില കൽപ്പിക്കാത്തൊരു കാലത്തിലേക്ക് ഇസ്രായേൽ മാറുമ്പോൾ യെശയ്യാവ് ചോദിക്കുകയാണ്: ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാളയ്ക്ക് ഉടയവനെ അറിയാം, കഴുതയ്ക്ക് യജമാനന്റെ പുല്ലും കൂടെ അറിയാം, എന്റെ ജനത്തിന് ഇത് രണ്ടും അറിയില്ല. മാന്യ സുഹൃത്തുക്കളെ, കേരളത്തിലെ പെന്തക്കോസ്തുകാരായ നമ്മളോട് കർത്താവിന് ചോദിക്കാനുള്ളത് തന്നെയാണ്: നമുക്ക് യജമാനെ അറിയാമോ? അറിയില്ല, വേണ്ടതല്ല, പുല്ലും കൂടെങ്കിലും അറിയാമോ? ഇതും അറിയാതെ നമ്മൾ എങ്ങോട്ട് പോവുകയാണ്?
ഡോളറും യൂറോയും പൗണ്ടും കുമിഞ്ഞുകൂടിയപ്പോൾ കർത്താവിനെ നമ്മൾ വലിച്ചെറിഞ്ഞു കളഞ്ഞു അല്ലേ? ലവോദിക്ക സഭയിൽ കർത്താവ് വാതിലിന് പുറത്തുനിന്ന് മുട്ടുകയാണ്. ഇന്ന് വാതിലിന് പുറത്തുനിന്ന് മുട്ടാനുള്ള ധൈര്യം പോലും കർത്താവിന് ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മുടെ പഞ്ചായത്തിലോ നമ്മുടെ സ്റ്റേറ്റിലോ പോലും വരാൻ കർത്താവിന് ധൈര്യം ഉണ്ടാവില്ല. അത്രയധികം അധപ്പതിച്ചിരിക്കുന്നു നമ്മൾ എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞേ തീരൂ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 13-ാം അധ്യായത്തിൽ നമ്മൾ 2 മൃഗങ്ങളെ കാണുകയാണ്. തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 2 മൃഗങ്ങൾ. ഒന്ന് രാഷ്ട്രീയവും ഒന്ന് മതവുമാണ്. ഇത് രണ്ടും ഒരുമിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. കമ്മ്യൂണിസ്റ്റുകാരൻ വിളിച്ചു പറയുന്നു രാഷ്ട്രീയവും മതവും യോജിക്കരുത്, യോജിക്കാൻ പാടില്ല. അത് രാഷ്ട്രീയവും മതവുമാണെന്നറിയണം. നമ്മൾ മതമല്ല, നമ്മൾ മാർഗമാണെന്നറിയണം. രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ മതത്തിന് പോലും കഴിയില്ല എന്ന് ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വാദിക്കുമ്പോൾ മാർഗമായിരിക്കുന്ന നമ്മക്കെങ്ങനെ ലോകത്തിന് വിരോധമായി ലോകത്തിന് എതിർദിശയിൽ യാത്ര ചെയ്ത ക്രിസ്തുവിന്റെ മാർഗത്തിൽ ചരിക്കുന്ന യാത്ര ചെയ്യേണ്ടുന്ന നമുക്കെങ്ങനെ ഈ ലോകവുമായിട്ട് ഇത്രയധികം ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു? നമ്മൾ ആരാണ്? നമുക്കെന്തു പറ്റി? പഴയ നിയമത്തിൽ നെബൂഖദ്നേസർ ഒരു ദർശനം കാണുന്നുണ്ട്. ഒരു വലിയ ബിംബം, പൊന്നുകൊണ്ടുള്ള തല, നെഞ്ചും കൈയും, വെള്ളി കൊണ്ടുള്ളത് അരയും മയറും, താമ്രം കൊണ്ടുള്ളത് കാൽ, ഇരുമ്പ് കൊണ്ടുള്ളത് കാൽ, പാദം പകുതി ഇരുമ്പും പകുതി കളിമണ്ണും കൊണ്ടുള്ളത്. പകുതി ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ളതിന്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും അവർ തമ്മിൽ ഒക്കുകയില്ല. അവർക്ക് ഇരുമ്പിനുള്ള ബലം അല്പമുണ്ടെങ്കിലും അവർ തമ്മിൽ ഒക്കുകയില്ല. അവർ ഒട്ട് ബലമുള്ളതും ഒട്ട് തകർന്നു പോകുന്നതുമായിരിക്കും. എത്ര ഭംഗിയായിട്ടാണ് ആ പ്രവചനം എന്ന് നോക്കൂ. ഉലകത്തിൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയത്തെ കുറിച്ചാണ് വളരെ അടിവരായിട്ട് സംസാരിക്കുന്നത്. രാഷ്ട്രീയവും മതവും ചേർന്നുള്ള ഒരു സംസാരം, ഒരു ശൈലി. ഇന്ന് നമ്മൾ കാണുന്ന ഡെമോക്രസി, ഈ രാജാക്കന്മാരുടെ കാലത്ത് രാഷ്ട്രീയവും മതവും ഒരുമിച്ച് ഭരിക്കുന്ന കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിക്കാത്തൊരു രാജ്യത്വം ഇവിടെ സ്ഥാപിക്കും. ആ രാജ്യത്വം ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ് നെബൂഖദ്നേസറിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം AD 96 യോഹന്നാൻ അപ്പസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ രാഷ്ട്രീയവും മതവും ചേർന്ന് പ്രവർത്തിക്കുന്നതും 17-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ആ മതത്തിന്റെ നാശവും നമ്മൾ കാണുകയാണ്. വെളിപ്പാട് 13-ലേക്ക് വരുമ്പോൾ അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. രാഷ്ട്രീയത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും, അതിന്റെ വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മഹാസർപ്പം അക്ഷരാർത്ഥത്തിൽ പിശാചാണ്. അവൻ അധികാരം കൊടുക്കുന്നത് രാഷ്ട്രീയ നേതാവിനാണ്. അതിന്റെ തലകളിൽ ഒന്നിന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. അടുത്തതാണ് പ്രധാനം. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഇന്ന് ശ്രീ ബാബു ചെറിയാനും ഈ രാഷ്ട്രീയത്തെ കണ്ട് വിസ്മയിച്ചു നിൽക്കുകയാണ്. VD സതീശൻ അവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സാധാരണ ഉപദേശിമാരെക്കാളും കുറച്ച് ക്വാളിറ്റി ഉള്ളതായി കണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു വിസ്മയം ബാബു ചെറിയാനും തോന്നി. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞവർ മൃഗത്തെയും നമസ്കരിച്ചു. ബാബു ചെറിയാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. മൃഗത്തിന്റെ ഭാഗമാകാൻ തയ്യാറുള്ള IPC-ക്കാർ എഴുന്നേൽക്കണമെന്ന് ജനത്തോട് ആഹ്വാനം പറയാൻ ഈ മനുഷ്യനെ നിങ്ങൾ ആ വേദിയിൽ നിർത്തിയത് ഗംഭീരം തന്നെ. അടുത്ത് കണ്ടോ, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. ഈ പറഞ്ഞത് വമ്പാണ്. 50-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പെന്തക്കോസ്തുകാരനാണെന്ന് പറഞ്ഞത് വമ്പിന്റെ ഭാഗമാണ്, ദൂഷണമാണ്. ഇത്രയും മണ്ഡലങ്ങളിൽ ജനത്തെ നിത്യരാജ്യത്തിലേക്ക് നടത്താൻ ആവശ്യമായതിലധികം ജനം പെന്തക്കോസ്തുകാരുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ആ അഭിമാനമായിരുന്നു. 52 മണ്ഡലങ്ങളിൽ കർത്താവിനെ പ്രതിനിധീകരിക്കാൻ ആവശ്യത്തിലധികം ജനമുണ്ടെന്ന് പറയാൻ ഈ മനുഷ്യന് കഴിഞ്ഞിരുന്നെങ്കിൽ അത് ആവേശമായിരുന്നു. ആസാദിക്കാരൻ പറയുന്നത് കേട്ടു. ബാബു ചെറിയാൻ പറഞ്ഞത് വളരെ സുന്ദര പ്രസംഗമാണ് എന്ന് പറഞ്ഞാൽ 5 സംവിധാനങ്ങളെ പരിചയപ്പെടുത്തി പോലും എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് പീഡിപ്പിക്കാൻ കഴിയുന്നതിന്റെ മുകളിലേക്ക് വളർന്ന 5 പേർ. അതായിരുന്നു പ്രസംഗം. എത്ര വലിയ ഭോഷ്കാണിത്! പീഡിപ്പിക്കാൻ കഴിയുന്നതിന് മുകളിലേക്ക് ആർക്കാണ് വളരാൻ കഴിയുക? വചനം പറയുന്നത് ശ്രദ്ധിക്കണം.
ക്രിസ്തു പറയുകയാണ്, എന്നോട് ഇത് ചെയ്തു എങ്കിൽ നിങ്ങളോട് ഇത് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തന്നേച്ചു പോകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. നിങ്ങൾ ഇടറിപ്പോകരുത്. പത്രോസ് പറയുന്നു, ക്രിസ്തു നമുക്കൊരു വഴി, ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഇതൊക്കെ സുഖത്തിന്റെ മാതൃകയാണോ? ക്രൂശിന്റെ വഴിയല്ലേ? ഇത്രയും വ്യക്തമായി തിരുവെഴുത്തുകളിൽ ഉടനീളം ക്രിസ്തു യാത്ര ചെയ്ത കുരിശിന്റെ വഴിയിലൂടെ, കട്ടതയുടെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണമെന്ന് അടിവരയിട്ട് തിരുവെഴുത്ത് വളരെ ശക്തമായി സംസാരിക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പീഡിപ്പിക്കപ്പെടുവാൻ കഴിയുന്നതിനേക്കാൾ നമ്മൾ വളർന്നു എന്ന് പ്രസംഗിക്കാൻ കഴിയുക? ഇതിനെയാണ് ദൂഷണം എന്ന് പറയുന്നത്. ഇതിനെ വെച്ച് മെഴുകിയിട്ടൊന്നും കാര്യമില്ല. ഇത് പ്രസംഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയുമെന്ന് എനിക്കറിയാം. വേദികൾ അവർക്ക് കൊടുക്കില്ലെന്ന് എനിക്കറിയാം. ഇതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല. തിരുവെഴുത്ത് പറഞ്ഞതുപോലെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിനാണ് ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്. അടുത്ത് പറഞ്ഞ കണ്ടോ, അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായു തുറന്നു. ശ്രീ ബാബു ചെറിയാൻ പറഞ്ഞത് ദൈവദൂഷണമാണ്. അതിന് സംശയം വേണ്ട. നമ്മുടെ പിതാക്കന്മാർ രാഷ്ട്രീയത്തോട് അകലം പാലിച്ചവരായിരുന്നു. അവരെ മുഴുവൻ ദുഷിപ്പിക്കുന്നതാണ് ഇയാൾ നടത്തിയ ഈ പ്രസംഗം. വിശുദ്ധിയും വേർപാടും സൂക്ഷിച്ച് ദൈവജനത്തെ ദൈവവചനപ്രകാരം നടത്തിച്ച് നിത്യതയിലേക്ക് യാത്ര ചെയ്ത സകല ദൈവദാസന്മാരെയും അവരെ അതിനായി ഒരുക്കിയ പരിശുദ്ധാത്മാവിനെ അടക്കം ദുഷിച്ചതാണ്, അധിക്ഷേപിച്ചതാണ്, വമ്പ് പറഞ്ഞതാണ് ബാബു ചെറിയാന്റെ പ്രസ്താവനകൾ. അയാൾ മാപ്പൊന്നും പറയണ്ട. അയാൾ ആരുടെ മാപ്പ് പറയാൻ? അയാളുടെ പ്രസംഗത്തെ ജനം തിരിച്ചറിയണം. അടുത്ത് പറയുന്ന വാക്യം ശ്രദ്ധിക്കുക. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. പേരെഴുതിയിട്ടില്ലാത്തവർ ഇതിനെ നമസ്കരിക്കും, ഇതിന്റെ പുറകെ നടക്കും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മൈ ഡിയർ ഫ്രണ്ട്സ്, കണ്ണ് തുറന്ന് തിരുവെഴുത്തുകളെ വായിക്ക്. 11-ാം വാക്യം, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ഇതും മതനേതാവാണ്. ഇവിടെ ബാബു ചെറിയാൻ പ്രസംഗിച്ചത് ഇത് തന്നെയാണ്. ഒട്ടും വ്യത്യസ്തത അതിനകത്തില്ല. അയാൾ നല്ല സുന്ദരൻ വെള്ളയുടുപ്പും ഇട്ടുകൊണ്ട് വേദിയിൽ കയറി. കുഞ്ഞാടിനുള്ളതുപോലെ കൊമ്പ് അയാളിലുണ്ടായിരുന്നു. അയാളൊരു ബൈബിളും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് പുട്ടിന്റെ വീരേടും പോലെ സ്വോത്രവും പറയും. പക്ഷെ അയാൾ സംസാരിച്ചത് മഹാസർപ്പം പോലെയാണ്. അദ്ദേഹത്തിന്റെ സംസാരം മഹാസർപ്പം പോലെയായിരുന്നു. ഏദനിൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകത്തക്ക വിധത്തിൽ ജനത്തെ മുഴുവൻ വഴിപിഴപ്പിച്ച സാക്ഷാൽ ചകുത്താന്റെ സംസാരമാണ് ശ്രീ ബാബു ചെറിയാൻ 102ാമത് IPC കൺവെൻഷനിൽ പറഞ്ഞത് എന്നതിന് സംശയം വേണ്ട. ബൈബിൾ അറിയുന്ന ഏവർക്കും അത് മനസ്സിലാകും. അടുത്തു പറയുക, അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുൻപാകെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവിന്റെ മുൻപാകെ രാഷ്ട്രീയക്കാരന്റെ അധികാരം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. എത്ര മനോഹരം! മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ, ദാറ്റ് മീൻസ് രാഷ്ട്രീയത്തെ നമസ്കരിക്കുമാറാക്കുന്നു. ഇപ്പോൾ അവിടെ വന്ന ജനത്തിനൊക്കെ ഒരു ബോധം വന്നില്ലേ? 52 നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. എങ്ങനെ ഇരിക്കുന്നു ഐഡിയ? നമ്മളെ ചേർക്കാൻ ഒരാൾ വരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് വല്ല ബോധമുണ്ടോ എന്ന് എനിക്കറിയില്ല. മൂപ്പര് വരുമ്പോൾ ഇവിടെ നിയമസഭയ്ക്കകത്തിരുന്നാൽ പോരാ. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്തിനാണ് വിളിച്ചിരിക്കുന്നതെന്ന സാമാന്യ ബോധം ജനത്തിനുണ്ടാകണം. ക്രിസ്തുവിനോട് ഏക ശരീരമാകുമാറ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമുക്ക് നിത്യത ഒരുക്കി തരാൻ ഇതിനെ ക്രിസ്തു മരിച്ചത്. അല്ലാതെ നമ്മളെ പഞ്ചായത്ത് ഓഫീസിനകത്തും വില്ലേജ് ഓഫീസിനകത്തും നമ്മളെ നിയമസഭാ മന്ദിരത്തിനകത്തും പാർലമെന്റിലും കൊണ്ടിരുത്താനല്ല. ഇത് തിരിച്ചറിയാനുള്ള കേവല മര്യാദ ജനത്തിനുണ്ടായെങ്കിൽ കൊള്ളായിരുന്നു. നിരാശാജനകമല്ലാതെ മറ്റൊന്ന് പറയാനില്ല. ഹല്ലേലൂയ പറയുന്നത് കേട്ടു. ഒരു 10 or 100 പേരാണ് ഈ മോശം പരിപാടികളൊക്കെ ചെയ്യുന്ന, ബാക്കിയെല്ലാവരും നല്ലവരാ? അല്ല. ഇതിനകത്ത് ഒരു 10 or 100 ഉണ്ടേ കൊള്ളാന്നുള്ളത് കാണത്തുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഇത് തന്നെയാണ്. ഒന്നുകിൽ കള്ളന്മാർ, അല്ലെങ്കിൽ കള്ളന് കഞ്ഞിവെച്ചവന്മാർ. അതിന് സംശയമൊന്നുമില്ല. എന്തുകൊണ്ട് ദൈവജനം വിശുദ്ധരാണെങ്കിൽ അവർക്ക് ഒന്നിച്ച് ഇവകളെ എതിർത്തുകൂടാ? ഇതിനകത്ത് നടന്ന തമ്മിത്തല്ലിനെ എന്തുകൊണ്ട് എതിർത്തുകൂടാ? അവിടെ ഉന്തും തള്ളും നടത്തിയ ഉപദേശിമാരുണ്ടല്ലോ, എന്തുകൊണ്ട് അവരുടെ വിശ്വാസികൾ അവരോട് എതിർത്ത് സംസാരിച്ചില്ല?
നീ കാണിക്കുന്ന തെറ്റാണെന്ന് എന്താ പറയാത്തത്? ഇവരാരും പറഞ്ഞില്ല. ഇവരെല്ലാവരും വാപൂട്ടിയിരുന്ന് തിന്മയെ സപ്പോർട്ട് ചെയ്യുകയാണ്. വാപൂട്ടിയിരുന്ന് തിന്മയെ സപ്പോർട്ട് ചെയ്യുന്നത് കള്ളനെ കണ്ടാൽ അവൻ അനുകൂലപ്പെടുന്നു എന്ന വാക്യം തന്നെയാണ്. ആരാ കള്ളനെ കണ്ടാൽ അനുകൂലപ്പെടുന്നത്? ദുഷ്ടനാണ്. എന്നാൽ ദൈവം ദുഷ്ടനോട് അതാ പറയുന്നേ, നീ കള്ളനെ കണ്ടാൽ അവനോട് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് പങ്കുകൂടുന്നു. അപ്പൊ കള്ളനെ കണ്ടാൽ അതിനെ എതിർക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് മിണ്ടാതിരിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപാട് വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് പറയണമെന്ന് എനിക്കുണ്ട്. വരുന്ന ഘട്ടത്തിൽ വേണ്ടി വന്നാൽ പറയാം. ശ്രീ ബാബു ചെറിയാനിലൂടെ ചെകുത്താൻ മലയാളക്കരയിലെ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനായിരുന്ന കൺവെൻഷനിൽ വാരി വിതറിയത് ദൂഷണമാണ്, ദൈവജനത്തെ വഴിതെറ്റിച്ചതാണ്. ഇനിയും ജനം മിണ്ടാതിരുന്നാൽ സഭകൾ തകരും, സഭകൾ തകരും, സഭകൾ ഇല്ലാതാകും. നമ്മൾ യൂറോപ്പിലും മറ്റിതര ഇടങ്ങളിലും കാണുന്നത് പോലെ സഭകൾ പൂട്ടിയിടത്തക്ക നിലയിലേക്ക് മാറും. യൗവനക്കാർ ഇന്ന് ദൈവശക്തി ഇല്ലാത്തത് കൊണ്ട് സഭകൾ വിട്ടു പോകുന്നു എന്ന് തിരിച്ചറിയണം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ഇല്ലാത്ത തലമുറയായതുകൊണ്ട്, ശക്തി കാണാനാകാത്തത് കൊണ്ട്, വെറുതെ വേഷപ്രസന്നരായിട്ടിരിക്കാൻ യൗവനക്കാർക്ക് തയ്യാറില്ലാത്തത് കൊണ്ട് അവർ സഭകൾ വിട്ടുപോകാൻ തയ്യാറായിരിക്കുന്നു എന്നറിയണം. അതുകൊണ്ട് മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ ക്രിസ്തുവിനെ ഉയർത്താൻ ആംബിയറുള്ള ഉപദേശിമാർ തയ്യാറാകണം. ഇവന്മാരുടെ കാലും നക്കി നടന്ന് കിട്ടുന്ന ഡോളറുകൾ വാങ്ങാൻ പുറകെ നടക്കരുത്. നമ്മളും കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ പത്രോസ് ഉപദേശി പറഞ്ഞ വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വരുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം, മനഃപൂർവമായിട്ടും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. കാര്യം മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. മാന്യ സുഹൃത്തുക്കളെ, ശ്രീ ബാബു ചെറിയാന്റെ ഈ പ്രസംഗം യാദൃച്ഛികമല്ല. ഇത് അപകടം പിടിച്ചതാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് നാളെ ഒരുപാടായി. പിന്നീട് അതങ്ങ് കെട്ടുപോയി. എന്നാൽ ഇന്ന് IPC പൊതു കൺവെൻഷനിൽ ഇത് വിളിച്ചു പറഞ്ഞത് ഖേദകരമായി പോയി, ദൈവമക്കളുടെ പിടിപ്പുകേടായി പോയി. നമ്മളുടെ എല്ലാവരുടെയും മൗനാനുവാദത്തോടു കൂടിയാണ് ശ്രീ ബാബു ചെറിയാൻ ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, വിശുദ്ധനെയും വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ നീതീകരിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം, അവനവന് തീരുമാനിക്കാം, രക്ഷപ്പെടാം, നിത്യതയ്ക്കൊരുങ്ങാം. May God bless everybody.